എല്ലാവർക്കും നമസ്കാരം. കാർത്തിക നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന കാർത്തിക നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. നവഗ്രഹങ്ങളിലൊന്നായ ചൊവ്വയുടെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മ തിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് കാർത്തിക. അതുകൊണ്ട് കാർത്തിക നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ചൊവ്വ നക്ഷത്രാധിപനായ മകീരം, ചിത്തിര, അവിട്ടം എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. ചൊവ്വയുടെ രാശികളായ മേടം, വൃശ്ചികം എന്നിവ രാശിയായോ അല്ലെങ്കിൽ ലഗ്നമായോ ജനിച്ചവർ മൂലവും കാർത്തിക നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നാളുകാരും മേടം, വൃശ്ചികം രാശിയായോ അല്ലെങ്കിൽ ലഗ്നമായോ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആയിരിക്കും. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാർത്തിക നാളിൽ ജനിച്ചവർക്ക് സഹോദരങ്ങളുമായും ജീവിത പങ്കാളിയുമായും ഇടയ്ക്കിടെ വഴക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഭൂമി സംബന്ധമായ തർക്കങ്ങളും കേസുകളും ഉണ്ടാവുക, സഹപ്രവർത്തകരുടെ കൂടെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിലുള്ളവരിൽ പലർക്കും ഇടയ്ക്കിടെ വാഹന അപകടങ്ങൾ ഉണ്ടാവുക, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരിക, ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മൂലം നിങ്ങൾക്ക് കൂടുതലും ദോഷഫലങ്ങളായിരിക്കും ലഭിക്കുക. അതേസമയം നാളുകൾ ഒന്നാണെങ്കിലും ലഗ്നങ്ങൾ വേറെ വേറെ ആയതിനാൽ അവരുടെ സ്വഭാവത്തിലും നിങ്ങളോടുള്ള സമീപനത്തിലും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ചൊവ്വയുടെ നാൾ ജനിച്ചവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കാർത്തിക നാൾ ജനിച്ചവർ ദോഷഫലങ്ങൾ കുറയാനായി ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വർഷത്തിലൊരിക്കൽ പഴനിക്ക് പോകുന്നതും നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സഹായിക്കുന്നതും, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി ലഭിക്കാനും, വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കാനും നിങ്ങളാൽ കഴിഞ്ഞ സഹായം ചെയ്യുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.